വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെൻഷൻകാർ കോതമംഗലത്ത് മാർച്ചും ധർണയും നടത്തി. ധർണാ സമരം KGOA മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TN മിനി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ കോതമംഗലം ഈസ്റ്റ് വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത്. ട്രഷറിയുടെ മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി ഫോറസ്റ്റ് ഓഫീസിന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന ധർണാ സമരം KGOA മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TN മിനി ഉദ്ഘാടനം ചെയ്തു. നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളെ സംരക്ഷിക്കുകയും അത് അടുത്ത തലമുറയ്ക്കും കൂടി അവകാശപ്പെട്ടതാണെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഡിമാൻഡുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഈ ജൂലൈ മാസത്തിൽ ആരംഭിക്കേണ്ടതാണ്. ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക എന്നുള്ള ഡിമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആദ്യത്തെ സംഘടനയാണ് KSSP എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശമ്പള പരിഷ്കരണം 5 വർഷ തത്വം പാലിച്ചുകൊണ്ട് നടപ്പാക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലുള്ളത്. ആ സർക്കാർ അതുകൊണ്ട് തന്നെ 25-ൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കുമ്പോൾ അതിനു മുൻപേ 1 വർഷം മുമ്പേ കമ്മീഷനെ നിയോഗിക്കണമെന്നുള്ള നടപടി ആരംഭിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഡിസംബർ മാസം എത്തിയിട്ടും ആ കമ്മീഷനെ നിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് സർക്കാർ പോകുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് അവിടെ സർക്കാർ ആ നടപടികളിലേക്ക് പോകണമെന്നുള്ള ഡിമാൻഡ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോടുള്ള പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും. യൂണിയൻ വെസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് ജോസ് ചോലിക്കര അധ്യക്ഷനായി. ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി KK മണിലാൽ സ്വാഗതം പറഞ്ഞു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KK മൈദീൻ മുഖ്യപ്രഭാഷണം നടത്തി. ഈസ്റ്റ് പ്രസിഡന്റ് CV ജേക്കബ്, R വിലാസിനി, VA പത്രോസ് എന്നിവർ സംസാരിച്ചു. വെസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി KP മോഹനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.